ഒരു 10-50 വർഷം മുമ്പ് ഇതുപോലെ ഒരു വെക്കേഷൻ ബൈബിൾ ക്ലാസ് ഈ ഇടവഴിക്ക് സ്വപ്നം കാണുന്നതിന് അപ്പുറമായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ആദ്യത്തെ ചാപ്പൽ എന്ന് പറയുന്നത് കൊല്ലം കാലിക്കറ്റ് കോളേജിൻ്റെ അവിടെ ഈ സൈഡിലായിട്ട് ഒരു പഴയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ആ ഗാർഡനിനുള്ളിൽ ഒരു ഓല ഷെഡ്. ആ ഓല ഷെഡിലാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ പ്രായത്തിൽ മാസം കാണാൻ വരുന്നത്. ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴ പെയ്യുമ്പോൾ ഈ ഓല ഷെഡ് ചോർന്നൊലിക്കും. പള്ളിക്കുള്ളിൽ കുട നൂത്തിപ്പിടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ നനഞ്ഞുകൊണ്ട് ആ ഓല ഷെഡിലിരുന്ന് അന്നത്തെ അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളും പൂജയും ഒക്കെ ഞങ്ങൾ പങ്കുകൊണ്ടിരുന്നു. ഒരു ഇടവ മാസത്തിൽ ഈ ഓല ഷെഡ് നല്ല കാറ്റടിച്ചപ്പോൾ നിലം പൊത്തിപ്പോയി. പിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചത് കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിൻ്റെ ഒരു മുറിയിലാണ്. അപ്പോൾ ഒരു മുറിയിലാണോ മാസം നടത്തിയെന്ന് ചോദിച്ചാൽ അന്ന് ഈ ഇവിടെ പൂജയ്ക്ക് വരുന്നത് ആകെ ഉണ്ടായിരുന്നത് 10-15 കുടുംബക്കാരാണ്. അതിനുശേഷം ക്രിസ്തുരാജ് സ്കൂളിന് സൺഡേ ദിവസം എന്തെങ്കിലും തിരക്കുള്ളതാണെങ്കിൽ ഫാത്തിമ കോളേജിൻ്റെ ഒരു സൈഡ് മുറി കടം ചോദിച്ചുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ മാസം പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നത്. അവിടെ നിന്നാണ് ഈ കഴിഞ്ഞ നമ്മൾ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞ് പുതിയ ഒരു സ്ട്രക്ചറായിരിക്കുന്ന പള്ളിയിലേക്ക് വരുന്നത്. അന്ന് സത്യത്തിൽ ഓരോ ഇടവക അംഗങ്ങൾ, ഈ 10-15 ഇടവക അംഗങ്ങൾ അവർക്ക് കിട്ടുന്ന മാസശമ്പളവും അതുകൂടാതെ കുടുക്ക വെച്ചിട്ട് അതിനകത്ത് ചെല്ലി കാശുകൾ വിട്ട് സ്വരൂപിച്ച പൈസ കൊണ്ടാണ് ആ പള്ളി അന്ന് കെട്ടിയുണ്ടാക്കിയത്. മനസ്സിലാക്കണോ മക്കളെ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓരോരുത്തരും അതീവ ഭാഗ്യവതികളുമാണ്. കാരണം മനോഹരമായി ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ് പഠിക്കാൻ ഒരു ഇടം നമുക്കിന്നുണ്ട്, അല്ലേ? കയറിയിരിക്കാൻ. അതുപോലെ തന്നെ നല്ല ബൈബിളിനെ കുറിച്ച് അവഗാഹമുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 5 വയസ്സുകാരനോ 6 വയസ്സുകാരനോ 10 വയസ്സുകാരനോ ആയിട്ടാണ്. എന്നെ ഒരു 60 വയസ്സുകാരനായിട്ട് നിങ്ങൾ ഒരിക്കലും പരിഗണിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളോടൊപ്പം സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ഒരു ആട്ടിടയൻ്റെ കഥയുണ്ട്. ആട്ടിടയൻ്റെ കഥ അറിയാവുന്നവർക്ക് കൈകൊട്ടിക്കുകയും. ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു. കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? ഇല്ല. അപ്പോൾ അത് മോശമായിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞിലെ പഠിച്ചത് ഈ കഥകളൊക്കെയാണ്. അവഗാഹമായിട്ട് പ്രാർത്ഥനകൾ പഠിക്കുന്നതിനുപരി എന്താണ് ഈ ആട്ടിടയൻ ചെയ്തത്? തനിക്ക് 100 ആടുകളുണ്ടായിരുന്നു. മോനെ 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 എത്ര ആടുണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു? എത്ര ആടുണ്ടായിരുന്നു? അവിടെ പറഞ്ഞ എത്ര ആടുണ്ടായിരുന്നു? 100 ആടുകളുണ്ടായിരുന്നു. അന്ന് ഈ ആടുകളെ മേയ്ക്കാൻ ആട്ടിടയൻ പോയി. 100 ആടുകളിൽ നിന്ന് 1 ആട് നഷ്ടപ്പെട്ടു. എത്ര ആട് നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞേ? 1 ആട്. എത്ര? വിരലൊന്ന് മുക്കി കാണിച്ച്. എത്ര? 1 ആട് നഷ്ടപ്പെട്ടു. ആട്ടിടയന് ടെൻഷനായി. 100-ൽ നിന്ന് 1 പോയാൽ ബാക്കി എത്രയുണ്ട്? 99. ഗുഡ്, വെരി ഗുഡ്. 99 ആടുകളുണ്ട്. ഈ 99 ആടുകളെയും അവിടെ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ട ഒരു ആടിനെ തിരക്കി ഈ ആട്ടിടയൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ആരെ തിരക്കി പോവുകയാണ്? ഒരാടിനെ തിരക്കി പോവുകയാണ്. അപ്പം ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആദ്യ പാഠങ്ങളിലൊന്നാണ് നഷ്ടപ്പെട്ടവനെ തിരക്കി പോവുക. എവിടെ നഷ്ടപ്പെട്ടവരാണ്? ആരാണ് നഷ്ടപ്പെട്ട ആട്?
എന്ന് പറഞ്ഞതല്ല. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നവർ, കൊച്ചു കൊച്ചു കുസൃതികൾ കാണിക്കുന്നവർ, കുസൃതി കാണിക്കണ്ടെന്നല്ല ഞാൻ പറയണേ, കുട്ടികളാകുമ്പോൾ കുസൃതിയൊക്കെ കാണിക്കും. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവർ, മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വില അറിയാത്തവർ, അവരാണ് ഈ നഷ്ടപ്പെട്ട ആട്. യേശു പറഞ്ഞ എന്താണ്? ബാക്കി 99 ആടിനെയും ഇട്ടേച്ച് ആ ഒരു ആടിനെ തിരക്കി നീ പോവുക. മനസ്സിലായോ? മുളക് എഴുന്നേറ്റ് വന്നേ, മുളക് എഴുന്നേറ്റ് വന്നേ, ഒന്ന് ഓടിയോ ഓടിയോ. അന്ന് പറഞ്ഞ കഥയൊന്ന് റിപ്പീറ്റ് ചെയ്തേ. ഒന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയോ? ഇല്ല, സോറി, ഇരുന്നോ. ആർക്ക് പറയാം? ചെറുതാറ് കണക്ക് ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യും. ഒരാട്ടിടയന് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ ഒരാട് കളഞ്ഞുപോയി, അതായത് നഷ്ടപ്പെട്ടു പോയി. അപ്പം ആ ആട്ടിടെ ആ 99 ആടുകൾ ഉണ്ടായിട്ടും ആ ഒരാടിനെ തേടിപ്പോയി. 99 ആടിനെ മാറ്റിവെച്ചിട്ട് ആ ഒരാടിനെ തേടി. 99 ആടുകളെയും അവിടെ മാറ്റിവെക്കപ്പെട്ടു. എന്നിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ തിരക്കിപ്പോയി. ആ നഷ്ടപ്പെട്ട ആടിനെ തിരക്കിപ്പോയ ആട്ടിടയനാണ് നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ 2 മക്കളുണ്ട്, നിങ്ങൾ 3 മക്കളുണ്ട്. അവിടെ ആരാണ് നഷ്ടപ്പെടുന്നത്? അവരുടെ അല്ലേ ജീവിത വ്യഗ്രതയോടെ ഓടി നടക്കുന്നവരുടെ പേരാണ് മാതാപിതാക്കൾ. അവരെ നന്നാക്കാൻ, അവരെ നേർവഴിയിൽ നയിക്കാൻ ഒക്കെ ഓടി നടക്കുന്നവരുടെ പേരെന്ന് പറയും പേരൻസ്, മാതാപിതാക്കൾ. മനസ്സിലായോ? അപ്പൊ ഈ ബൈബിൾ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? 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 ക്ലാപ്പടിച്ചേ നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി ഞങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ജീൻ വാൽജിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ കഥ പഠിപ്പിച്ചിരുന്നു സ്കൂളിൽ. അദ്ദേഹത്തിന്റെ പേരെന്താ? ജീൻ വാൽജിൻ. കേട്ടിട്ടുണ്ടോ? ആ കഥ അറിയോ? എത്ര പേർക്കറിയാം? കൈകൊപ്പിക്കേ. 1 2. ഇവിടെ എന്നെ നാണം കെടുത്തരുത്, നമ്മൾ ആൺകുട്ടികൾക്ക് ആക്ഷേപം ഉണ്ടാക്കരുത്. ആർക്കും അറിയത്തില്ല? ഇല്ല. അപ്പം ജീൻ വാൽജിൻ എന്ന് പറയുന്ന മനുഷ്യൻ പട്ടിണിയും ദാരിദ്ര്യവും കൊടുശൈത്യവുമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ AC-യുടെ ടെമ്പറേച്ചർ ഒന്നുമല്ല. -14, -15, -30, 35, 40 തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. നമ്മളിടുന്ന സാധാരണ ടീഷർട്ടോ ഓവർകോട്ടോ ഇട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു പാതിരാത്രിയിൽ വിശന്നു വലഞ്ഞ ഈ മനുഷ്യൻ ബിഷപ്പ് ഹൗസിന്റെ വാതിലിൽ വന്ന് മുട്ടുകയാണ്. എന്തിനു വേണ്ടി? കൊടും പട്ടിണി, ദാരിദ്ര്യം, തണുപ്പ് താങ്ങാൻ പറ്റത്തില്ല. അന്ന് പകൽ മുഴുവൻ ഈ മനുഷ്യൻ ആഹാരമേ കഴിച്ചിട്ടില്ല. പകൽ മുഴുവൻ ഈ മനുഷ്യൻ ആഹാരമേ കഴിച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അമ്മ ആഹാരം എടുത്തു വയ്ക്കുമ്പോൾ എന്താ പറയുക? വേണ്ട, മതി, എനിക്കിപ്പോ സമയമില്ല. അല്ലേ? പ്രൈം മിനിസ്റ്ററിനേക്കാൾ തിരക്കിലുള്ള ആൾക്കാരിവിടെയുണ്ട്. ആഹാരം കഴിക്കാൻ സമയമില്ല, ട്യൂഷന് പോകാൻ നേരമായി, സ്കൂളിൽ പോകാൻ നേരമായി. ആഹാരം കിട്ടുന്നതോ പകുതി മുക്കാലും കൊണ്ട് തട്ടിക്കളയും. ശരിയാണോ? അപ്പോൾ ഈ ജീൻവാൽജിനെ പോലെ ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങളുണ്ടെന്നറിയോ? നമ്മളെ എത്ര കോടി ജനങ്ങളുണ്ടെന്നറിയോ ഇന്ത്യയിൽ? നമ്മൾ വസിക്കുന്ന ഈ നമ്മൾ ഭാരതരാജ്ഞിന്നാണ് പേരിട്ടിരിക്കുന്നത് അല്ലേ? ഈ ഭാരതത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? എത്ര പേർക്കറിയാം? കയ്യൊന്ന് പൊക്കിക്കേ പ്ലീസ്, കയ്യൊന്ന് പൊക്കിക്കേ. നമ്മളെന്താ ഭാരതരാജ്ഞി എന്ന് വിളിക്കുന്നു?
ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്? അല്ലേ? നമ്മുടെ സഹോദരങ്ങളുടെ എണ്ണം, അവരുടെ അവസ്ഥ, ഈ ജീൻ മാർട്ടിനെ പോലെ കഴിയുന്ന 145 കോടി ജനങ്ങളുണ്ട് മൊത്തം ഇന്ത്യയിൽ. 145 കോടി. 145 കോടിയിൽ 25% പട്ടിണിപ്പാവങ്ങളാണ്. 25% എന്താണ്? പട്ടിണിപ്പാവങ്ങളാണ്. അവർക്കിടയിലേക്കാണ് ക്രിസ്ത്യാനിറ്റി ഇറങ്ങിച്ചെല്ലേണ്ടത്, ക്രിസ്തുമതം ഇറങ്ങിച്ചെല്ലേണ്ടത് ഈ 25% വരുന്ന പട്ടിണിപ്പാവങ്ങൾക്കിടയിലാണ്. ആരാണ് പട്ടിണിപ്പാവങ്ങൾ? ആരാണ് പട്ടിണിപ്പാവങ്ങൾ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വാർഡ്രോബ് അലമാര തുറന്നപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ മറിഞ്ഞു വീണിട്ടുണ്ടാകാം. ഒരു വസ്ത്രം മാറി വേറൊരു വസ്ത്രം ധരിക്കാനില്ലാത്തവരെയാണ് നമ്മൾ പട്ടിണിപ്പാവങ്ങൾ എന്ന് പറയുന്നത്. ഒരു നേരത്തെ അന്നം കഴിക്കാനില്ലാത്തവരെയാണ് നമ്മൾ പട്ടിണിപ്പാവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 25% ആൾക്കാരെന്ന് പറയുമ്പോൾ എങ്ങോട്ട് 40 കോടിയോളം ജനങ്ങൾ വരും. ഏകദേശം റൗണ്ടബൌട്ട് 40 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് താഴെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതുപോലെയുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ജീൻ മാർട്ടി. ആ ബിഷപ്പ് എന്ത് ചെയ്തു? ഈ മനുഷ്യനെ തൻ്റെ അത്താഴമേശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി? മനസ്സിലാകുന്നില്ലേ മോനെ? നിങ്ങളുടെ ഡൈനിങ് ടേബിളിലോട്ട്, അത്താഴമേശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഈ ബിഷപ്പ് കഴിക്കുന്ന അതേ ഫുഡ് കൊടുത്തു. അദ്ദേഹം കഴിക്കുന്ന അതേ ഫുഡ് കൊടുത്തു. തണുത്ത് വിറങ്ങലിച്ച് കഴിയുന്ന മനുഷ്യന് അന്ന് രാത്രി അവിടെ കഴിയാൻ അഭയവും കൊടുത്തു. തണുത്ത് വിറങ്ങലിച്ച് കഴിയുന്ന ആ മനുഷ്യന് അവിടെ കഴിയാൻ ഒരു രാത്രി അഭയവും കൊടുത്തു. പക്ഷേ ജീൻ മാർട്ടിന്റെ തനി സ്വഭാവം അദ്ദേഹം കാണിച്ചു. രാത്രി മയങ്ങിയപ്പോൾ അദ്ദേഹം അത്താഴമേശയിൽ ഒരുക്കി വെച്ചിരുന്ന വെള്ളിയും സ്വർണവും പൂശിയ മെഴുകുതിരിക്കാലുകൾ കണ്ടു. അത് മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ആ ബിഷപ്പ് ഹൗസിൽ നിന്ന് കടന്നു കളയുകയാണ്. അദ്ദേഹം മോഷ്ടിച്ചെന്താണ്? മെഴുകുതിരിക്കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് ആ ബിഷപ്പ് ഹൗസിൽ നിന്ന് കടന്നു കളയുകയാണ്. പിറ്റേന്ന് പ്രഭാതമായി, കുറെ സമയം കഴിഞ്ഞു. അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കാരണം ഇത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടു. അദ്ദേഹം ഈ മെഴുകുതിരിക്കാരുമായി അദ്ദേഹവും അവിടുത്തെ പോലീസും ബിഷപ്പ് ഹൗസിൽ വന്നിട്ട് ബിഷപ്പിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇവിടെ നിന്ന് മെഴുകുതിരിക്കാലുകൾ മോഷണം പോയിട്ടുണ്ടോ? ഈ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? അപ്പോൾ ബിഷപ്പ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ബിഷപ്പ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അത് എൻ്റെ സഹോദരനാണ്. എന്താണ് പറഞ്ഞത്? എൻ്റെ കൂടെ ചിരിച്ച് കളിച്ചിരിക്കാവൂ. 5 മിനിറ്റ് ഈ പ്രായം മനുഷ്യൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെ ചിരിച്ച് കളിച്ചിരുന്നതിന് ഞാൻ പാട്ട് പാടിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം, ഈ മനുഷ്യൻ പറഞ്ഞെന്താണ്? ഈ മനുഷ്യൻ പറഞ്ഞെന്താണ്? ഈ ബിഷപ്പ് പറഞ്ഞത്, അത് എൻ്റെ സഹോദരനാണ്, അവൻ ഈ മെഴുകുതിരിക്കാലുകൾ ഞാൻ കൊടുത്തതാണ്. നോക്കുക, എന്താണ് ഒരു ക്രിസ്ത്യാനി എന്ന് വരച്ചിടുന്ന കോറിയിടുന്ന ചിത്രമാണത്. ഒരു ക്രിസ്ത്യാനി അങ്ങനെ ആയിരിക്കണം. ആ മെഴുകുതിരിക്കാലുകൾ ഞാൻ കൊടുത്തതാണ്, അത് എൻ്റെ സഹോദരനാണെന്ന് പറയാൻ കാണിച്ച ബിഷപ്പിന്റെ മാനസിക അവസ്ഥയുണ്ടല്ലോ, അതായിരിക്കണം ഒരു ക്രിസ്ത്യാനി, അതായിരിക്കണം ഒരു ക്രിസ്തുമത അനുയായി. അവിടുന്ന് എത്രയോ ദൂരം ഈ കൊച്ചുപ്രായത്തിനിടയിൽ നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ നോക്കുക. അവിടുന്ന് എത്രയോ ദൂരം ജീൻ മാർട്ടി കണ്ടുമുട്ടിയ ബിഷപ്പ് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായിയിൽ നിന്ന് എത്രയോ കാതങ്ങൾ ദൂരം, എത്രയോ ദൂരം നമ്മൾ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ആണോ? ഇതിൽ പാട്ട് പാടാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? കയ്യൊന്ന് മുക്കിക്കേ. പാട്ട് പാടാൻ അറിയാവുന്നവർ? നമുക്ക് പാടാൻ അറിയാം. ഒരാളില്ല വന്നേ, അതിലൊരാൾ വന്നേ. വിളിക്കണം. ഓടി വാ. യേശുവിനെ കുറിച്ച് ഒരു
നല്ല പാട്ടറിയോ? ഏത് പാട്ടറിയാമോ? ഏത് എന്നാൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? അല്ല നമ്മൾ പറയുന്നത് ഓർമ്മയില്ല, ഓർമ്മ പോകും. ഒരു പാട്ട് നമ്മൾ കുർബാനയ്ക്ക് പാടുന്ന ഒരു പാട്ടില്ലേ, യേശുവിന്റെ പ്രാണനാഥൻ എന്ന് പറയുന്ന പാട്ട് പാടുന്നത് നിങ്ങൾ ബോറാകറ്റാൻ വേണ്ടിയാണ്. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാനം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗ്ഗദീപം, നീ എന്റെ പ്രാർത്ഥന കേൾക്കുകണമേ, നീ എന്റെ യാചന കേൾക്കുകണമേ, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാനം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. ഹലോ, പേര് അനിലെ. നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു? ട്രിനിറ്റിയിലേക്ക്. എത്രാം ക്ലാസ്സിലാണ്? 9th സ്റ്റാൻഡേർഡ്. വെരി ഗുഡ്. എല്ലാവരും ഒരു നല്ല applause. ഇത് നമ്മൾ പറയുമ്പോൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കുട്ടികളും കൂട്ടുകാരും മാത്രമല്ല, പേരൻസിനും ആകാം, അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് ഏറ്റവും മടി അതാണ്. ഇനി ഞാൻ കൈയടിച്ച് പോയാൽ, ഞാനൊരു അപ്ലാസ് കൊടുത്ത് പോയാൽ എനിക്ക് എന്തെങ്കിലും കുറവ് വരുമോ എന്ന് ചിന്തിക്കുന്ന പേരൻസും ഉണ്ടാകാം. ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല, ഇതിന് വെളിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇനി അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നല്ല സമരിയാക്കാരൻ്റെ ഒരു കഥയുണ്ട്, അല്ലേ? നല്ല സമരിയാക്കാരൻ കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ, ചുരുക്കി പറയാം, ഒരു മനുഷ്യൻ